അത് ശരി. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കൺമഷിയുടെ വീഡിയോ ആയിട്ടാണ്. ഞാനല്ല തയ്യാറാക്കാൻ പറ്റുന്നത്, ഗീതിയാണ്. അപ്പൊ ഗീതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഉസ്താദാണ് അല്ലെ ഗീതി? എന്ത് കിട്ടി കഴിഞ്ഞാലും അത് തലയിലെ മേലൊക്കെ ഇടാനുള്ള അത് പ്രോഡക്ട്സ് ആയിട്ട് മാറ്റും. അപ്പൊ ഗീതി ഇങ്ങനെ ഓരോന്ന് എനിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ദിവസമാണ് എന്നോട് പറഞ്ഞത്, ഞാൻ ഇതേപോലെ കൺമഷി ഉണ്ടാക്കാറുണ്ട് ചേച്ചി, കുറെ നാളുകളായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം തന്നു. അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായി തോന്നി. കാരണം ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന നമ്മുടെ മുത്തശ്ശിമാരുണ്ടാക്കുന്ന പോലെ വിചാരിക്കരുത് അതിൽ വെറ്റില വേണം, അതിന്റെ പല കാര്യങ്ങളും വേണം, അത് ഇവിടെ കിട്ടില്ല. അപ്പൊ നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് കൺമഷി തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി പ്രോഡക്ട്സ് എന്തൊക്കെയാണെങ്കിൽ ഇത് ഷാംപൂ അതൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കൺമഷി ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം 2 ചിരാത് എടുക്കുക. 2 ടൈപ്പ് തിരി അവൈലബിൾ ആണല്ലോ. ഇതുപോലെ എന്താ പറയുക, പഞ്ഞി പോലെ ഇരിക്കുന്ന തിരിയുണ്ട്, കുറച്ച് കട്ടിയുള്ള തിരിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് തിരിയാണോ അതനുസരിച്ച് യൂസ് ചെയ്തോളൂ. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഇതുപോലെ ഇച്ചിരി തിക്കായിട്ടുള്ള തിരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കൂടുതൽ സമയം കത്താൻ സഹായിക്കുക. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ഇവിടെ ദുബായിൽ വന്ന സമയത്ത് എനിക്ക് ഈ തിരി മാത്രം കിട്ടിയിരുന്നുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് വിളക്കൊക്കെ കെട്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 2 തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ 4 ഒരേ ഹൈറ്റുള്ള ചിരാത് വേണം. അപ്പൊ അത് 4 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം വെച്ച് കൊടുക്കാം. അതുപോലെ തിരികളുടെ എണ്ണം കൂട്ടി കൊടുക്കാം. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം 2 തിരി ഇട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കട്ടോരിയോ, ഇതുപോലെ കട്ടോരി വേണമെന്നൊന്നുമില്ല കേട്ടോ. ഗ്ലാസിന്റെ ആണെങ്കിലും എന്ത് പാത്രമാണെങ്കിലും ഒരേ ഹൈറ്റുള്ള പാത്രം വെക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മൾ കത്തിക്കുമ്പോൾ കിട്ടുന്ന കരി എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ അടച്ചു വെക്കുമ്പോൾ ഈ ഇതിൽ കത്തിക്കുന്ന കരി സ്റ്റീൽ പ്ലേറ്റിലോട്ട് വരും. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഒരേ ഹൈറ്റിലുള്ള കട്ടോരിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണെങ്കിലും അത് വെച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ വിളക്കെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നെയ്യിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സ്പൂണിന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ടാണ് ഞാൻ ഈ സ്പൂൺ വാങ്ങിച്ചത്. നല്ല ഭംഗിയില്ലേ? പക്ഷെ ഇതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോഴും ഒഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വലിയ സ്പൂൺ എടുത്തിട്ട് വരുന്നതായിരിക്കും അതിന്റെ ഒരു ഭംഗി. ഇത് നമ്മളെ നൈബർ മേഘ എനിക്ക് പെയിന്റ് അടിച്ച് നല്ല ഇതാക്കി തന്ന ചിരാതാണ് കേട്ടോ. മേഘ, താങ്ക് യു സോ മച്ച്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുറെ കലാകാരന്മാരെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇതൊരു സുഖകരമായ ഒരു അവസ്ഥയെന്ന് പറയാമോ? ഒരു നാച്ചുറൽ ആയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അനിയത്തി. അതെ. ഇനി നമുക്ക് ഇതിന്റെ തിരിയുടെ ഈ മേലത്തെ ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം നന്നായിട്ട് അത് പിഴിഞ്ഞ് കളയണേ. അപ്പൊ നമുക്ക് ഇനി അതൊന്ന് കത്തിക്കാം. നന്നായി കത്തട്ടെ. തിരി ഇങ്ങനെ പൊന്തി നിക്കണം. നമ്മൾ സാധാരണ വിളക്ക് വെക്കണ പോലെ കുഞ്ഞി തിരി അല്ലാണ്ട് പൊന്തി നിക്കണം. അതായത് നന്നായിട്ട് കത്തണം. ആ പൊന്തി ആ കറക്റ്റ് ആ ശരിക്കും കരി നമ്മുടെ പ്ലേറ്റിലോട്ട് വരണം. ലോങ് ആയിട്ട് നിക്കണില്ലേ? ഓക്കെ, ഇനി അതങ്ങ് അടയ്ക്കാം. അടയ്ക്കുമ്പോ എങ്ങനെയാണ് ആ ഗ്യാപ്പ് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ആദ്യം കട്ടോരിയിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലെയിം ഡയറക്റ്റ് ആയിട്ട് ആ കിണ്ണത്തിൽ തട്ടുണ്ടായിരുന്നു. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കിണ്ണത്തിൽ തട്ടി കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന വെച്ചാൽ കിണ്ണം പെട്ടെന്ന് നമുക്ക് കടായി പോകും. അതുകൊണ്ട് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുക നന്നായിട്ട് ആ കിണ്ണത്തിലോട്ട് വരണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് നോക്കണേ. അപ്പൊ ഞാനിവിടെ കുക്കി കട്ടറാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. മീഡിയം ടൈപ്പ് ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് വെക്കാം. അപ്പോൾ ഈ ഒരു ലെവല് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലാസ്റ്റിക് വെക്കാണ്ട് വേറെ എന്ത് വേണമെങ്കിലും വെക്കാം. പിന്നെ എപ്പോഴും സ്റ്റീലിന്റെ പ്ലേറ്റ് തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്കിത് അരമണിക്കൂർ നേരത്തോളം ഇതങ്ങ് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇനിയും കരി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ നെയ്യിൽ വേറെ തിരി വെച്ചിട്ട് അങ്ങ് റെഡിയാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ തിരി കത്തുന്ന സമയം കൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 3 ബദാം കൂടി എടുത്തിട്ടുണ്ട്. ഈ 3 ബദാമിനെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇതങ്ങ് കത്തിച്ചെടുക്കണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പപ്പടക്കോല് കുത്തിയതിന് ശേഷം നമുക്ക് തീരി വെച്ചിട്ട് നന്നായിട്ട് ഇതങ്ങ് കത്തിച്ചെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് ഇത് കരിയണം അല്ലേ ദീദി? അതിനുശേഷം ഇതങ്ങ് പൊടിച്ചെടുക്കണം. നമ്മളിപ്പോ ചെയ്യുന്ന ഒരളവിൽ 3 ബദാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീയിൽ വെച്ചിട്ട് നന്നായിട്ട് കത്തിച്ചിട്ട് കരിച്ചിട്ട് കൊണ്ടുവരാം. പപ്പടക്കോലില് കുത്തിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ അത് നേരത്തെ കാണിച്ച ആ ചിരാതിൽ തന്നെ കത്തിച്ചെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് റിമൂവ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിനുള്ളിൽ ഒരു തിരി കെട്ടിട്ടുണ്ട്. ഒരു തിരി മാത്രം ഇങ്ങനെ
കത്തിക്കൊണ്ടിരിക്കുന്നത് അതന്നെ. അപ്പൊ ഇത് അരമണിക്കൂറല്ല കേട്ടോ. അപ്പൊ കുറെ സമയം ആയിട്ടുണ്ട്. കാരണം കൂടുതൽ കരി വരട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ചധികം സമയം വെച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര കരി വേണം അതിനനുസരിച്ച് സമയം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം ബേസിക്കലി ഇത്ര നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് കരി വരണം. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്ലേറ്റിന് ചൂടാറാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അതിനുശേഷം നമുക്ക് ഈ കരി അതിങ്ങനെ ചുരുണ്ടി 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 എടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാം കരിച്ചെടുത്തിട്ടുണ്ട് 3 എണ്ണം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിക്കാൻ വേണ്ടിയിട്ട് ഗീതി എന്നെ സഹായിക്കുന്നതായിരിക്കും. ഫോയിൽ പേപ്പറിൽ ഉള്ളിൽ വെച്ച് കണ്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒന്ന് റോൾ ചെയ്ത് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ വെച്ച് ചതക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിലും നന്നായി പൊടിച്ചെടുക്കണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബദാം ഉപയോഗിക്കുന്നത്? ഇത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ഇതും വരും. പിന്നെ ബദാമിന്റെ ഓയിൽ ഉണ്ടല്ലോ, നാച്ചുറൽ ഓയിൽ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു ഷൈൻ കിട്ടാൻ വേണ്ടി. പിന്നെ അത് സ്മഡ്ജ് ആവില്ല, ഭയങ്കരമായിട്ട് സ്മഡ്ജ് ആവില്ല, ഓവറായിട്ട് പരക്കില്ല അല്ലേ. പക്ഷെ ഒട്ടും പരക്കില്ല എന്ന് പറയാനും പറ്റില്ല. അത്യാവശ്യം നമ്മൾ കൺമഷി ഉപയോഗിക്കുന്നവർക്ക് അറിയാലോ. അത് മറ്റേതുപോലെ നമുക്ക് വാട്ടർ പ്രൂഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. വാട്ടർ പ്രൂഫ് ആണല്ലേ? വാട്ടർ പ്രൂഫ് ആണ്, പക്ഷെ ചെറുതായിട്ട് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. എന്തായാലും വീട്ടിലുണ്ടാക്കുന്നതിൽ വെച്ച് ബെസ്റ്റ് ആണ് അത് ഞാൻ പറയാം. കാരണം ഞാൻ ഉപയോഗിച്ചതാണ് കേട്ടോ. ഫോയിൽ, അലുമിനിയം ഫോയിലാണ്. അതിൽ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അതിന്റെ പുറത്ത് കൂടെ നമുക്ക് നന്നായി ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ബദാം അതിൽ വെച്ചിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ചുരണ്ടി എടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മള് പറയാ മുളക് ചതച്ചതിലൊന്നും കയറി നിങ്ങൾ ഇത് വെച്ച് ചതക്കെടുത്തിട്ട പിള്ളേരെ. അമ്മിയിലാണെങ്കിലും ഒക്കെ സൂക്ഷിക്കണേ. ബദാമിന്റെ പൊടി നമുക്കൊരു പാത്രത്തിലോട്ട് കുഞ്ഞി കട്ടോരിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിനുള്ളിൽ ഓയിൽ തെളിഞ്ഞിരിക്കുന്നുണ്ടോ? അതായത് നമ്മുടെ ബദാമിന്റെ ഉള്ളിൽ ഓയിൽ ഉണ്ടല്ലോ. അപ്പൊ അത് നന്നായി ചതച്ച സമയത്ത് ഇതിനുള്ളിൽ കൂടുതൽ വന്നതല്ലേ. ഇതിൽ ചതച്ചപ്പോഴാണ് അങ്ങനെ കറക്റ്റായിട്ട് വന്നത്. അപ്പൊ ആ ഓയിൽ ഉണ്ട് അതിൽ കുറച്ച്. അപ്പൊ നമ്മളിതിൽ കാസ്റ്റർ ഓയിൽ ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ ഉണ്ടെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് കുറച്ച് കാസ്റ്റർ ഓയിൽ ചേർത്താൽ മതിയാവും. അടിപൊളി. അപ്പൊ ഇതുപോലെ കിട്ടുന്ന കരി ചൂടാറിയതിന് ശേഷം ഞാൻ ചരണ്ടി എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിങ്ങനെ ഇതേപോലെ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു റെസിപ്പി കണ്ടതെന്നറിയാമോ? ചെറിയ കഷ്ണം തുണി മുറുക്കി അതിലോട്ട് ചന്ദനം ഇതിന് ചന്ദനം വേണം. അത് നന്നായി പരട്ടി കൊടുക്കുക. അതിനുശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. എന്നിട്ട് ആ തിരിയാക്കിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയർ, അതായത് എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ കത്തിച്ചെടുക്കുക. അപ്പോഴും കരി കിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഒരു വാസനയാണോ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. പക്ഷെ അതൊന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ചന്ദനത്തിൻ്റെ ചാലിച്ച ആ തുണി വെച്ച് കരിക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്താലും സൂപ്പറായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന കരി ഇതാണ്. ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതേപോലെ തന്നെ നമ്മുടെ ബദാം. ഇനി നമുക്ക് ബദാം പൊടിച്ചത് കേട്ടോ. ഇനി നമുക്കിതിനെ ചാലിച്ചെടുക്കണം. കുറച്ച് കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ കുറച്ച് മാത്രം ചേർത്ത് ഇതങ്ങ് ചാലിച്ചെടുക്കണം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അല്പം കാസ്റ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ഒരുപാട് അങ്ങനെ ആദ്യം തന്നെ കോരി ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് അതെല്ലാം കൂടി ഒന്ന് യോജിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം നിങ്ങൾ എടുക്കുന്ന അതിൻ്റെ അളവനുസരിച്ച് അതിൽ മാറ്റം വരും. ഒരു 2 ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. മിക്സ് ചെയ്യാം. ചിലർ പറയാൻ ചാൻസ് പുതിയ സംഭവം ഒന്നല്ലല്ലോ, ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല. പക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്തൊന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ട്രഡീഷണൽ വേയും അല്ല. അപ്പോൾ എളുപ്പത്തിൽ അതേസമയം നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയത് ഗീതി സ്വന്തം കയ്യിൽ പരട്ടി കാണിച്ച് ഞാൻ കണ്ണെഴുതി കാണിച്ചു തരാം കേട്ടോ. ഇനി ഇത് നമുക്കിതിനെ വേറൊരു ഇതിലോട്ട് പകർത്താം. എന്തിലോട്ടാണ് പകർത്തുന്നത്? ഞാൻ ഡേയ്സോന്ന് വാങ്ങിച്ച കുഞ്ഞി ഡപ്പി. നമുക്ക് ഡപ്പിയിലോട്ട് മാറ്റാം. ഡപ്പി ഇതിലോട്ട് മാറ്റല്ല. കണ്ടപ്പോൾ എന്തോരായിരുന്നു നോക്കി. എന്തിലാണോ അത് സൂക്ഷിച്ച് വെക്കാൻ പോകുന്നത് അത് സ്റ്റെറിലൈസ് ചെയ്തോളൂ. അതായത് നല്ല ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം നന്നായി തുടച്ച് വെള്ളമെല്ലാം കളഞ്ഞിട്ട് അതിൽ വേണം സൂക്ഷിച്ച് വെക്കാൻ. എന്നാലും എങ്കിൽ മാത്രം കുറെ നാൾ കേടാവാതെ ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതെങ്ങനെയെങ്കിൽ ഇത് പുറത്ത് വെക്കാൻ പറ്റുമോ? ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ എന്തെങ്കിലും? ഇത് പുറത്ത് വെക്കാൻ യാതൊരു കുഴപ്പമില്ല. വേറെ ഇതില് വാട്ടർ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് കേടാവില്ല. മാക്സിമം നാളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ അമർത്തി ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഞാൻ കണ്ണെഴുതി കാണിച്ചു തരാം. കൺമഷി ഇതേ ഞങ്ങൾ ഈ കുപ്പിയിലല്ല ഡപ്പിയിലാക്കിയിട്ടുണ്ട്.
ഏകദേശം വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുള്ള പരിപാടി. ഇനി ബാക്കി ഇച്ചിരി വന്നിട്ടുണ്ട് നമ്മുടെ സെയിം സംഭവം തന്നെ. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ആലോവേര ജെല്ലും കൂടെ ചേർക്കാൻ പോവുകയാണ്. അതെങ്ങനെ ചെയ്യണം നോക്കാം. നിങ്ങൾക്കിപ്പോ അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എടുത്തിട്ട് അതിലോട്ട് ആലോവേര ജെല്ല് ഇട്ടോളൂ കേട്ടോ. ഇത് ഞാൻ കൺമഷിയാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ബാക്കി വന്നതിലോട്ട് കുറച്ച് ആലോവേര ജെല്ല്. അത് ഫ്രഷ് അല്ല, നമ്മൾ വാങ്ങിച്ചു തന്നെയാണ്. ഫ്രഷ് ചേർക്കുമ്പോൾ ശരിയാവത്തില്ല. ലിക്വിഡ് ആയതുകൊണ്ട് പിന്നെ കുറച്ച് ചേർക്കാം. നമ്മുടെ ഐലൈനറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന കറ്റാർവാഴയുടെ ജെല്ല് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ക്വാളിറ്റി ഇല്ലാന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജെല്ല് നമ്മൾ കണ്ണിൽ കയറ്റി കഴിഞ്ഞാൽ നല്ലാണ്ട് നീറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ നല്ല കമ്പനി സാധനം വാങ്ങിക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ടുള്ള അലോവേര ജെൽ അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ളത് അത് ചേർക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി അതും കാണിച്ചു തന്നു മാത്രം കേട്ടോ. അപ്പൊ ഇത്ര ഈസി അല്ലേ, സിമ്പിൾ അല്ലേ. ഇനി ഞാൻ കണ്ണൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ട് കൺമഷി ഒന്ന് കണ്ണിൽ പരത്തി നോക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ കണ്ണിൽ എഴുതി നോക്കട്ടെ കേട്ടോ. നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ കൺമഷി ഉള്ളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു നീറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ ചാൻസ് ഉള്ളൂ. അതിനുണ്ട് ഒരു ആളി വേണമെങ്കിൽ ഓക്കെ. ഒരു കണ്ണ് എഴുതി, ഒരു കണ്ണ് എഴുതിയിട്ടില്ല. ഇതാണ് നമ്മുടെ സ്വന്തം ആയിട്ട് നിർമ്മിച്ച കൺമഷി. 2 കണ്ണ് എഴുതിയില്ലെങ്കിൽ പോരായിരിക്കും. എഴുതട്ടെ കേട്ടോ. പിന്നെ എന്താ പറഞ്ഞത്, ഗീതി പറഞ്ഞെന്തായിരുന്നു? ഇത് ഒട്ടും തന്നെ പരക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബീസ് വാക്സ്. ഇത് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പൊ അത് കാരണം 100% സ്മച്ച് പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചേരം കഴിഞ്ഞാൽ പരക്കാൻ ചാൻസ് അല്ലാതെ നമ്മുടെ കൈയൊന്നും തട്ടാതിരുന്ന അത് പരക്കില്ല. അങ്ങനെയും പരക്കണ്ടെന്ന് വെച്ചാൽ കുറച്ച് ബീസ് വാക്സ് ഒരു ഡ്രോപ്പ് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. വാങ്ങിച്ച് അത് 1-2 ഡ്രോപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കട്ടയായിട്ടിരിക്കും. പെർഫെക്ഷന് വേണ്ടിട്ട് അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ചെയ്തോളൂ കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം കൺമഷി. കണ്ണിന്റെ മുകളിൽ എഴുതാം. കണ്ണിന്റെ മുകളിൽ ഞാൻ പിന്നെ എഴുതാറില്ല. അപ്പൊ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. 2 കണ്ണ് എഴുതിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കണ്ണെഴുതിയതൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള പരിപാടി എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ബദാം പൊടിക്കുന്ന സമയത്ത് നന്നായി പൊടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ കണ്ണിൽ നമ്മൾ കണ്ണെഴുതുന്ന സമയത്ത് കരട് പോലെ തടയാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ണെഴുതിയതിന് ശേഷം ഈ കുട്ടികൾക്ക് നമ്മൾ കണ്ണെഴുതിയിട്ട് അല്പം പൗഡർ ഇട്ട് കൊടുക്കില്ല. ജസ്റ്റ് ഒന്ന് പൗഡർ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പരക്കില്ല. അപ്പോൾ ഗീതി, താങ്ക് യു സോ മച്ച്. അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടുത്ത പ്രോഡക്റ്റ് ആയിട്ടും അടുത്ത പരീക്ഷണമായിട്ട് വരാം. ഓക്കെ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.